ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, വേൾഡ് വെതർ ആട്രിബ്യൂഷൻ, DDoS അറ്റാക്ക്, ഗൗരവ് LRGB, ജിയോ പാസി സ്കീം. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NGTയെ കുറിച്ചാണ്. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കണ്ണൂർ മാർഗിൽ ഈ മരങ്ങൾ വെട്ടിമുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഉത്തരവ് വന്നതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് 2010 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് എന്ന് പറയുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബേസിക്കലി എൻവയോൺമെൻറ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ കൺസർവേഷന് മറ്റുള്ള നാച്ചുറൽ റിസോഴ്സസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗൽ റൈറ്റ്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ എൻവയോൺമെൻറ്റിൻ്റെ ഡീഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനോ അല്ലെങ്കിൽ റിലീഫോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെയുള്ള അധികാരം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇതൊരു ട്രിബ്യൂണൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. അല്ലാതെ സാധാരണഗതിയിൽ കോടതികൾ വർക്ക് ചെയ്യുന്നത് പോലെ ഈ പറയുന്ന പ്രൊസീജിയറൽ ആസ്പെക്റ്റ് വെച്ചിട്ടല്ല ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. എസ്പെഷ്യലി ഇപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഈ പറയുന്ന നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് ബാധകമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് മുന്നിൽ വരുന്ന കേസുകൾ അല്ലെങ്കിൽ വരുന്ന അപ്പീലുകൾ അവർ 6 മാസത്തിനകത്ത് തീർപ്പാക്കണം എന്നീ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ഇനി അത് കൂടാതെ ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് അഡീഷണൽ ബെഞ്ചുകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം 7ഓളം നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിവിൽ കേസുകൾ ഡീൽ ചെയ്യാൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ നിയമങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 ആണ്. രണ്ടാമത്തത് ഇതേ പേരിലുള്ള 1977 മറ്റൊരു നിയമമുണ്ട്, ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ സെസ് ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. അപ്പോൾ ഈ 7 നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിവിൽ കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് ഡീൽ ചെയ്യാൻ പറ്റുക. ഇനി അതുപോലെ തന്നെ ഈ ട്രിബ്യൂണലിൻ്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ചെയർമാനും അതുപോലെ തന്നെ ജുഡീഷ്യൽ മെമ്പേഴ്സും അതുപോലെ തന്നെ എക്സ്പേർട്ട് മെമ്പേഴ്സ് അല്ലെങ്കിൽ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും ഉൾപ്പെടുന്നതാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ കേസിൽ, ചെയർമാൻ്റെ പുറമെയുള്ള ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ കേസിൽ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മിനിമം 10 പേരും മാക്സിമം 20 പേരുമാണ്. എക്സ്പേർട്ട് മെമ്പേഴ്സിൻ്റെ കേസിലും സെയിം ആണ്, മിനിമം 10 മാക്സിമം 20 ആണ്. ഇനി ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷം ആയിരിക്കും. ഇവർ റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിൾ അല്ല. ഇനി അതുപോലെ തന്നെ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ ചെയർപേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമേ അപ്പോയിൻമെൻറ്റ് നടത്താവുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഇതിനകത്തുള്ള ജുഡീഷ്യൽ ആൻഡ് എക്സ്പെർട്ട് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു സെലക്ഷൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്താറുള്ളത്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വേൾഡ് വെതർ ആട്രിബ്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ വേൾഡ് വെതർ ആട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 ഒരു വാർത്തയുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ലാൻഡ് സ്ലൈഡിനുള്ള പ്രധാനപ്പെട്ട കാരണം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെവി റെയിൻഫോൾ ആണെന്നുള്ളൊരു കാര്യം ഈ വേൾഡ് വെതർ ആട്രിബ്യൂഷൻ പറഞ്ഞതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതൊരു ക്ലൈമറ്റ് സയൻറ്റിസ്റ്റുകളുടെ ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ആണെന്ന് മനസ്സിലാക്കുക. 2014 ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആട്രിബ്യൂഷൻ സയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ഈ മെറ്റീരിയോളജിക്കൽ സ്റ്റഡീസിനകത്ത് വന്നിട്ടുള്ള പുതിയൊരു മേഖലയാണ്. അതായത് ബേസിക്കലി ഈ ലോകത്തിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഇവൻറ്റ്സ് ഉണ്ടാവും.
ഈ എക്സ്ട്രീം ഇവൻസിന് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണോ ഈ എക്സ്ട്രീം ഇവൻറ്റ്സ് സംഭവിച്ചിട്ടുള്ളതെന്ന് പഠിക്കുന്ന ഒരു മേഖലയാണ് ഈ ആട്രിബ്യൂഷൻ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൈമറ്റ് സയൻറ്റിസ്റ്റുകളുടെ ഒരു കൊളാബറേഷനാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് മനസ്സിലാക്കുക. ബേസിക്കലി നമ്മുടെ ലോകത്തിൽ നടക്കുന്ന എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇവൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അസസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യലാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ WWEയുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രീം വെതർ ഇവൻസും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ലിങ്ക്സ് ഉണ്ടാവും. ആ ലിങ്ക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൈംലി ആൻഡ് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള റിഗറസ് ഇൻഫർമേഷൻസ് പോളിസി മേക്കേഴ്സിനും സിവിൽ സൊസൈറ്റിക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സോ ഇത് 2014 ഈ ക്ലൈമറ്റോളജിസ്റ്റുകളായിരുന്ന ഫ്രെഡറിക് ഓട്ടോയും അതുപോലെ തന്നെ ഇപ്പോൾ മരിച്ചുപോയിട്ടുള്ള ഗീർട്ട് ജാൻ വാൻ ഓൾഡൻബർഗ് എന്ന് പറയുന്ന 2 പേരുണ്ട്. ഈ 2 പേരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡായിട്ട് 2014 തൊട്ട് ഇരിക്കുന്നത് ഈ ഫ്രെഡറിക് ഓട്ടോ എന്ന് പറയുന്ന ആളാണ്. ഇനി ഇതിനകത്ത് ഒരുപാട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒന്ന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ലണ്ടനാണ്, അതുപോലെ തന്നെ റോയൽ നെതർലാൻഡ്സ് മെറ്റീരിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസസ് ലബോറട്ടറി ഫ്രാൻസിലുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ US നാഷണൽ സെൻറ്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ഉണ്ട്, ETH സൂറിച്ച് ഉണ്ട്, അതുപോലെ തന്നെ IIT ഡൽഹി, അതുപോലെ ക്ലൈമറ്റ് ഇമ്പാക്റ്റ് സ്പെഷ്യലിസ്റ്റ് അറ്റ് റെഡ് ക്രോസ് ഓർ റെഡ് ക്രസൻറ്റ് ക്ലൈമറ്റ് സെൻറ്റർ. ഇത്രയും മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയധികം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ WWEയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് DDoS അറ്റാക്കുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ DDoS അറ്റാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പണ്ട് ട്വിറ്റർ എന്നിപ്പോൾ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ട്രംപും അതുപോലെ തന്നെ ഈ എക്സിൻ്റെ ഓണർ ആയിട്ടുള്ള എലോൺ മസ്കും തമ്മിൽ ഒരു ഇൻ്റർവ്യൂ പോലൊരു കാര്യം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആളുകൾക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം ഒരു DDoS അറ്റാക്കാണെന്ന് ഈ എക്സിനകത്ത് എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എന്താണ് DDoS അറ്റാക്ക് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 19 അവരൊരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ DDoS അറ്റാക്ക് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ DOS അറ്റാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സൈബർ സെക്യൂരിറ്റി ഇവൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സൈബർ അറ്റാക്ക് ഉണ്ട്. അതിൻ്റെ ഒരു വേർഷനാണ് ഈ DDoS അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിനയൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ DOS അറ്റാക്ക് എന്ന് മനസ്സിലാക്കുക. DOS അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ സെർവറിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സിൽ നിന്ന് ആ സെർവറിൻ്റെ IP അഡ്രസ്സിലേക്ക് ഒരു ആക്സസ് റിക്വസ്റ്റ് അയച്ചിട്ടാണ് നമുക്ക് ആ സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ നടക്കുന്നതായിരിക്കും, പക്ഷേ ഇങ്ങനൊരു സിസ്റ്റം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് നടത്തുന്ന കൾപ്രിറ്റുകൾ അല്ലെങ്കിൽ ഈ മലീഷ്യസ് ആക്ടേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കയറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു IP അഡ്രസ്സിലേക്ക് അതിനെ ഡിനൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഈ പറയുന്ന പെർട്ടിക്കുലർ IP അഡ്രസ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് മലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കണക്ഷൻ റിക്വസ്റ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് പോകും. അപ്പോൾ ബേസിക്കലി ഇതൊരു ട്രാഫിക് ജാം പോലൊരു സംഭവം ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരുപാട് ആൾക്കാർ ഒരേ സമയം ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണോ, അതായത് നമുക്ക് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇത് ബ്ലോക്കായി പോകും, അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ ഇതിനകത്ത് വലിയ രീതിയിൽ ഡിലേസ് വരും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഈ സർവീസ് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DDoS എന്ന് പറയുന്നത്. ഈ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കിൻ്റെ കുറച്ചും കൂടി ഒരു എക്സ്പേർട്ടൈസ് ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷനാണ്, കുറച്ചും കൂടി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് വേർഷനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഇതെന്താണെന്ന് മനസ്സിലാക്കി, ഇറ്റ്സ് എ മലീഷ്യസ് അറ്റംപ്റ്റ് ടു ഡിസ്റപ്റ്റ് ദ നോർമൽ ട്രാഫിക് ഓഫ് എ ടാർഗറ്റഡ് സെർവർ
service or network by overwhelming the target or its surrounding infrastructure with a flood of internet traffic. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻ്റർനെറ്റ് ട്രാഫിക് ആ പെർട്ടിക്കുലർ സെർവറിലേക്ക് അല്ലെങ്കിൽ സർവീസിലേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് കൊണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മൾട്ടിപ്പിൾ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഈ അറ്റാക്ക് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരേ സമയത്ത് ഈ അറ്റാക്ക് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രാഫിക് ജാം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് ഈ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കുകൾ നടക്കുന്നത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗൗരവ് LRGBയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ DRDO ഇപ്പോൾ ഇന്നലെ ഈ ഗൗരവ് എന്ന് പറയുന്ന ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിൻ്റെ ഒരു മെയ്ഡൻ ടെസ്റ്റ് ഫ്ലൈറ്റ് കണ്ടക്ട് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഗൗരവ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ എയർക്രാഫ്റ്റുകളിൽ നിന്ന് ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് ദൂരമൊന്നും സഞ്ചരിക്കാതെ ഈ എയർക്രാഫ്റ്റ് എവിടെ വെച്ചിട്ടാണ് ഈ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നത് അവിടുന്ന് കുറച്ച് അപ്പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ടൊക്കെയാണ് ഇത് വീഴുക. പക്ഷേ ഗ്ലൈഡ് ബോംബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരത്തിൽ ഒരു സം കൈൻഡ് ഓഫ് ഒരു മിസൈൽ പോലെ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു ഒപ്റ്റിമൽ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന്, അതായത് ഒരു പ്രത്യേക ഉയരത്തിൽ നിന്ന് ഈ ബോംബുകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ബോംബ് ഒരു ഗ്ലൈഡർ പോലെയായിട്ട് മാറും, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒരു വിങ് പുറത്തേക്ക് വരും. അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയധികം ഹൈറ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ ആൾട്ടിറ്റ്യൂഡിലൂടെ ഇത് ഗ്ലൈഡ് ചെയ്തിട്ട് കുറേ ദൂരം പോയിട്ട് നമ്മൾ ഇതിനൊരു ടാർഗറ്റിംഗ് മൊഡ്യൂൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനൊരു സീക്കർ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ ടാർഗറ്റ് എവിടെയാണോ അവിടെ പിൻ പോയിൻ്റ് ആക്യുറസിയോട് കൂടിയിട്ട് ഇത് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 100 കണക്കിന് കിലോമീറ്ററുകൾ ദൂരം ഇത്തരത്തിലുള്ള ഗ്ലൈഡ് ബോംബുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലൈഡ് ബോംബാണ്, അല്ലെങ്കിൽ ഒരു ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് ഈ ഗൗരവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ഏകദേശം ഒരു 100 തൊട്ട് 150 കിലോമീറ്റർ വരെ ദൂരപരിധി ഈ ഗൗരവിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് DRDOയുടെ കീഴിലുള്ള ഒരു റിസർച്ച് സെൻറ്റർ ഇമ്രാത്ത് എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ട്. ഈ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന DRDOയുടെ ഭാഗമായിട്ടുള്ള ഒരു റിസർച്ച് സെൻ്ററാണ് റിസർച്ച് സെൻറ്റർ ഇമ്രാത്ത്, അല്ലെങ്കിൽ RCI എന്ന് പറയുന്നത്. അവരാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നതും ഡെവലപ്പ് ചെയ്തേക്കുന്നതും. സോ അപ്പോൾ ഈ ബോംബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 1000 കിലോഗ്രാമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 കണക്കിന് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 100 to 150 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ടാർഗറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ ടാർഗറ്റ്സിനെ ഹിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൈഡ് ബോംബാണ് ഈ ഗൗരവ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഗ്ലൈഡ് ബോംബുകൾക്ക് നോർമലി ഗ്ലൈഡ് ബോംബുകൾ ബേസിക്കലി ഗൈഡഡ് ബോംബ്സ് ആണ്, അതായത് ഈ ഡംപ് ബോംബ്സ് അല്ല, അതായത് ജസ്റ്റ് നമ്മൾ കൊണ്ടുപോയി ഒരിടത്ത് ഇടുന്ന പോലെയല്ല. ഇതിനെ കൃത്യമായിട്ട് ഇതിൻ്റെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഈ മിസൈലുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പോലുള്ള നാവിഗേഷൻ സിസ്റ്റംസ് ഇത്തരത്തിലുള്ള ഗ്ലൈഡ് ബോംബുകളിലും യൂസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രിസിഷൻ ബോംബ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ നാവിഗേഷൻ ഇതിനകത്തുള്ള നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ INSഉം അതുപോലെ തന്നെ GPS-ൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ് ഈ ഗൗരവിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ നമുക്ക് ഈ ബോംബുകളെ ഗ്ലൈഡ് ബോംബുകളായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കിറ്റുകൾ അല്ലെങ്കിൽ ഗ്ലൈഡ് കിറ്റുകൾ കിട്ടും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡൻസ് കിറ്റാണ് സ്പൈസ് 2000 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2019 ബലാക്കോട്ട് അറ്റാക്കിനൊക്കെ ഇന്ത്യ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സ്പൈസ് 2000 എന്ന് പറയുന്ന ഗൈഡൻസ് കിറ്റാണ്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ഗൗരവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഗൗരവ് ഗ്ലൈഡ് ബോംബിൻ്റെ ഒരു ഡെവലപ്മെൻ്റൽ ആൻഡ് പ്രൊഡക്ഷൻ പാർട്ട്ണറായിട്ട് പ്രവർത്തിക്കുന്ന 2 കമ്പനികളുണ്ട്. അതൊന്ന് അദാനി ഡിഫൻസും മറ്റൊന്ന് ഭാരത് ഫോർജുമാണ്. അതായത് ഇവരായിരിക്കും വൺസ് ഇത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 2 കമ്പനികളായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഒരു ഗവൺമെൻറ് സ്കീമിനെ കുറിച്ചാണ്. ജിയോ പാർസി സ്കീം എന്നാണ് ഇതിൻ്റെ പേര്. 2014 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളൊരു പ്രത്യേക പദ്ധതിയാണ് ജിയോ പാർസി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ പോർട്ടലിൽ ലോഞ്ച് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ജിയോ പാർസി സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് 2013 തൊട്ട് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. ഓക്കെ,
അപ്പോൾ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്കീം വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു സ്കീമാണ്. ഇത് എന്തുകൊണ്ട് യുണീക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പാർസി പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നൊരു പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ പാർസി പോപ്പുലേഷനെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ജിയോ പാർസി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ പോപ്പുലേഷൻ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് പ്രോട്ടോക്കോൾ, അതുപോലെ തന്നെ സ്ട്രക്ചറഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ് ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ പാസി പോപ്പുലേഷനകത്ത് വരുന്ന കപ്പിൾസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പാസി കമ്മ്യൂണിറ്റി പെടുന്ന എല്ലാ കപ്പിൾസിനും ഈ സ്കീമിൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടും, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ഈ സ്കീമിനകത്ത് വരുന്ന പ്രധാനമായിട്ടും 3 കോമ്പോണൻസ് ആണ് വരുന്നത്. ഒന്നൊരു അഡ്വക്കസി കോമ്പോണൻ്റ് ആണ്, അതായത് ഈ പറയുന്ന പാസി പോപ്പുലേഷൻ്റെ ഡിക്ലൈനിങ് പോപ്പുലേഷനെ കുറിച്ച് ആൾക്കാർക്കിടയിൽ അവബോധം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, അഡ്വർടൈസ്മെൻറ്റ്, ക്യാമ്പയിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അവയർനെസ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെയാണ് ഈ അഡ്വക്കസി കോമ്പോണൻറ്റിനകത്ത് വരുന്നത്. രണ്ടാമത്തത് ഹെൽത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി കോമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ ചൈൽഡ് കെയർ, മറ്റുള്ള ചൈൽഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസിസ്റ്റൻസ്, സപ്പോർട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ടു എൽഡർലി പോപ്പുലേഷൻ, ഈ വക കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മൂന്നാമത്തത് മെഡിക്കൽ കോമ്പോണൻ്റ് ആണ്, അതായത് ഈ പറയുന്ന ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് ഈ പാസി കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്ക് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഈ മെഡിക്കൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ സ്കീം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഈ സ്കീമിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പാസി പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാനും ഈ പാസി പോപ്പുലേഷനകത്തൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് പാസി കമ്മ്യൂണിറ്റിയിൽ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കീം വന്നിട്ടുള്ളത്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് ഓർത്തിരിക്കുക. ഇത് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ് നടപ്പിലാക്കുന്നത്. 2013 തൊട്ട് ഈ സ്കീം ഇവിടെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു ഓൺലൈൻ പോർട്ടൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.